ബോംബ് പൊട്ടി നിരപരാധികൾ കൊല്ലപ്പെടുമ്പോഴും ആരാണ് ബോംബ് നിർമ്മിച്ചതെന്നോ ഇവിടെ കൊണ്ട് ആര് ബോംബ് ഉപേക്ഷിച്ചതെന്നോ കണ്ടെത്താൻ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. ഇന്നലെ ഈ വീട്ടിൽ വെച്ചാണ് ബോംബ് സ്ഫോടനം നടന്നത്. ഒരു പ്രായമായ, അതായത് 80 വയസ്സ് പ്രായമുള്ള ഒരു വയോധികൻ ഈ പറമ്പിലെത്തി ഇവിടെ നിന്നും തേങ്ങ ശേഖരിച്ച് പോകുന്നതിനിടയിലാണ് ഈ സ്റ്റീൽ പാത്രം കിട്ടുകയും ആ സ്റ്റീൽ പാത്രവുമായി ഈ മുറ്റത്തേക്ക് പോവുകയും ചെയ്തത്. ഇതൊരാൾ താമസമില്ലാത്ത വീടാണ്. ഈ മരിച്ച ചേട്ടൻ്റെ വീട് കുറച്ചപ്പുറത്താണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ എത്തി ഇത് പൊട്ടിക്കുന്നതിനിടയിലാണ് ഈ സ്ഫോടനം നടക്കുകയും അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ആശുപത്രിയിൽ എത്തുന്ന സമയത്ത് മരണം സംഭവിക്കുകയും ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം സംഭവങ്ങളിൽ അന്വേഷണം എവിടെയും എത്തുന്നില്ല എന്നതാണ്. നേരത്തെ പാട്യം പത്തായിക്കുന്നിലാണ് ഒരു ആക്രി കച്ചവടക്കാരനായ ആസാം സ്വദേശിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. അതും ഇതേപോലെ ആക്രി ശേഖരിക്കാൻ പോകുന്ന സമയത്ത് വഴിയിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷേ അത് ബോംബാന്ന് അറിഞ്ഞില്ല, സ്റ്റീൽ പാത്രമായിരുന്നു, അങ്ങനെ പൊട്ടിത്തെറിച്ചത്. സമാനമായ രീതിയിൽ വീണ്ടും സംഭവിക്കുന്നു എന്നതാണ്. പണ്ട് ധാരാളം നാളുകൾക്ക് മുമ്പ് കണ്ണൂരിൽ ഇത്തരം സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീടൊരു ഇടവേള സംഭവിച്ചു. പക്ഷേ ഇപ്പോഴും വീണ്ടും സംഭവിക്കുന്നതെന്നാണ്. ഏറ്റവും ഒടുവിൽ പാനൂരിലെ ബോംബ് സ്ഫോടനം ഓർമ്മയിലുണ്ട്. അന്ന് പോലീസ് പറഞ്ഞത് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്നാണ്. പക്ഷേ ഈ അന്വേഷണങ്ങളൊന്നും തന്നെ എവിടെ എത്തുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ ന്യൂമാഹിയിൽ ബോംബേർ ഉണ്ടായി വീടിന് നേരെ. അതുകൊണ്ട് കണ്ണൂരിലെ വിവിധയിടങ്ങളിൽ ഇപ്പോഴും ബോംബ് നിർമ്മാണം ധാരാളമായി നടക്കുന്നു. ആ അന്വേഷണ സംവിധാനങ്ങൾക്ക് ഇത് ആരാണെന്ന് കണ്ടെത്താൻ പോലും കഴിയുന്നില്ല എന്നതാണ്. ഏതായാലും ഈ സംഭവത്തിലും ആര് ബോംബ് നിർമ്മിച്ചെന്നോ ആരിവിടെ കൊണ്ട് ഉപേക്ഷിച്ചെന്നോ കണ്ടെത്താൻ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തലശ്ശേരിയിൽ നിന്നും ഷാജി ചന്ദ്രപുരിക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.